എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 പബ്ലിക് എക്സാം മാർച്ച് 2025 വേണ്ടി സോഷ്യോളജി +1 സോഷ്യോളജിയിൽ നിങ്ങൾ എല്ലാ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററാണ് നോക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ സോഷ്യോളജി ആൻഡ് സൊസൈറ്റി, സമൂഹശാസ്ത്രം സമൂഹം എന്ന പാഠഭാഗമാണ്. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് സോഷ്യോളജിക്കൽ ഇമാജിനേഷനാണ്, അഥവാ സമൂഹശാസ്ത്രപരമായ ഭാവനയാണ്. ഇതാരാണ് കൊണ്ടുവന്നത്, ഇതെന്താണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. സമൂഹശാസ്ത്രപരമായ ഭാവന പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ പഠിക്കേണ്ടത് സമൂഹശാസ്ത്രവും സാമാന്യ ബോധജ്ഞാനവും, സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് നോളജ് പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞ് പഠിക്കേണ്ടത് സമൂഹശാസ്ത്ര നിർമ്മിതിയിൽ ദൈക്ഷണിക ആശയങ്ങൾക്കുള്ള പങ്ക്, ദൈക്ഷണിക ആശയങ്ങളും ഭൗതിക പ്രശ്നങ്ങളും, അത് രണ്ടും നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ പഠിക്കേണ്ടത് സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി പഠിക്കുക, അതിന് മറ്റ് സമൂഹശാസ്ത്ര വിഷയങ്ങളുമായുള്ള ബന്ധവും പഠിക്കുക. അതായത് സമൂഹശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം പഠിക്കുക, സമൂഹശാസ്ത്രവും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധം പഠിക്കുക. പിന്നെ സമൂഹശാസ്ത്രവും ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധം പഠിക്കുക, സമൂഹശാസ്ത്രവും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം പഠിക്കുക, സമൂഹശാസ്ത്രവും ആന്ത്രോപോളജിയും തമ്മിലുള്ള ബന്ധം പഠിക്കുക. അത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഇനി സെക്കൻഡ് ചാപ്റ്ററാണ് പദങ്ങളും ശില്പങ്ങളും സമൂഹശാസ്ത്രത്തിൽ അവയുടെ ഉപയോഗം, ടേംസ്, കോൺസെപ്റ്റ് ആൻഡ് ദെയർ യൂസ് ഇൻ സോഷ്യോളജി എന്ന് പറയുന്ന പാഠഭാഗമാണ്. ഈ പാഠത്തിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് സാമൂഹ്യ സംഘവും അതിൻ്റെ സവിശേഷതകളുമാണ്. ഈ സവിശേഷതകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സമൂഹ സംഘത്തിൻ്റെ സവിശേഷതകൾ പഠിക്കുക. അത് കഴിഞ്ഞ് പഠിക്കേണ്ടത് പ്രാഥമിക സംഘവും ദ്വിതീയ സംഘവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞ് പഠിക്കേണ്ടത് സ്വഗണവും അന്യഗണവും പഠിക്കുക. ശേഷം റിഫറൻസ് ഗ്രൂപ്പ് അഥവാ സൂചിത ഗണം പഠിക്കുക. അത് കഴിഞ്ഞ് പഠിക്കാനുള്ളത് പിയർ ഗ്രൂപ്പ് പഠിക്കുക, സമപ്രായക്കാരുടെ ഗണം പഠിക്കുക. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക ശ്രേണീകരണം പഠിക്കുക. ശേഷം സ്റ്റാറ്റസ് ആൻഡ് റോൾ, പദവിയും പങ്കും തമ്മിലുള്ള ബന്ധം പഠിക്കുക. ശേഷം രണ്ട് തരത്തിലുള്ള പദവികൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക, അവ എന്താണെന്നും കൂടിയുള്ളത് പഠിക്കണം. പിന്നെ ഈ ഭാഗത്ത് സ്റ്റാറ്റസ് സെറ്റിനെ പറ്റി പറയുന്നുണ്ട്, പദവി കൂട്ടത്തെ പറ്റി പഠിക്കുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റസ് സീക്വൻസ്, പദവിക്രമം പഠിക്കുന്നുണ്ട്. അത് രണ്ടും പഠിക്കുക. പിന്നെ ഈ ഭാഗത്ത് പഠിക്കേണ്ടത് റോൾ കോൺഫ്ലിക്റ്റ് ആണ്, ധർമ്മസംഘടനം പഠിക്കുക. പിന്നെ റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ്, ധർമ്മസ്ഥിരത പഠിക്കുക. പിന്നെ സാമൂഹിക നിയന്ത്രണം പഠിക്കുക, സോഷ്യൽ കൺട്രോൾ പഠിക്കുക.